പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മളൊരു പ്രാർത്ഥനയോടുകൂടെ ശുശ്രൂഷയിലേക്ക് വേഗം പ്രവേശിക്കുകയാണ്. ഇന്ന് വളരെ വലിയ അനുഗ്രഹങ്ങൾ കർത്താവ് ചൊരിയും. ഒരുപാട് സങ്കടങ്ങളോടെ വേദനയോടെ ഇരിക്കുന്ന ദൈവമക്കളുടെ മേൽ കർത്താവ് കൃപ ചൊരിയും. ഞാൻ ഓർക്കുന്നുണ്ട്, അട്ടപ്പാടി സഖ്യവൻ ധ്യാന കേന്ദ്രത്തിൽ ഒരു ദൈവപൈതൽ ഒത്തിരി കരഞ്ഞ് സങ്കടപ്പെട്ട് വന്നു. ആ ദൈവപൈതൽ പറയുകയാണ്, എൻ്റെ തല മുഴുവനും ഇങ്ങനെ വ്രണമാണ്, വ്രണം പോലെ അരിമ്പാറ കയറി, അരിമ്പാറയാണ് എന്തൊരു സാധനം വന്നിരിക്കുകയാണ്. അപ്പോൾ സാംസനച്ചന് ഇവിടെ, സാംസനച്ചൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ സാംസനച്ചൻ ഒറ്റ പ്രാർത്ഥന, ഇവിടെ ആദ്യവെള്ളി ശുശ്രൂഷയ്ക്കാണ്. നാനാ ഭാഗത്തു നിന്ന് ആളുകൾ ബസ്സൊക്കെ അറേഞ്ച് ചെയ്ത് ആദ്യവെള്ളി ശുശ്രൂഷയ്ക്ക് വരും. അപ്പോൾ ആ സമയത്ത് ഒറ്റ പ്രാർത്ഥന, അടുത്ത ആദ്യവെള്ളി ആകുമ്പോൾ ഇതുണ്ടായില്ലെന്ന് സാംസനച്ചൻ പറഞ്ഞ് അതിൻ്റെ പേരാണ് പ്രോഫസി. ഒരു പ്രോഫസി കൊടുത്ത് ഒരു ബ്ലെസ്സിങ് കൊടുത്തു. ആ അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ജെൽവിൻ ജോൺ. ഞാൻ കാസർഗോഡ് ജില്ലയിലെ പാലാവയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ സാക്ഷ്യപ്പെടുത്താൻ പോകുന്നത് എൻ്റെ തലയുടെ പുറകിൽ അരിമ്പാറ വളർന്നിട്ട് അത് പോകുന്നില്ലായിരുന്നു. ദൈവമേ, ഈ കുട്ടിയുടെ തലയുടെ പുറകിൽ അരിമ്പാറ വളർന്നിട്ട് ഈ കുട്ടിക്ക് ഭയങ്കര സങ്കടം. ചീപ്പ് കൊണ്ട് ചെയ്യാനും പറ്റില്ല, തലമുടി വെട്ടാനും പറ്റില്ല. ഇതൊക്കെ നമ്മൾ തന്നെ സൂക്ഷിച്ച് വെട്ടിയില്ലെങ്കിൽ തന്നെ കയറി ആകെ വിഷം. എന്നിട്ട് +2 തുടങ്ങിയതാണ്. 1 വർഷമായിട്ടും പോയില്ല. ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്തു, എന്നിട്ടൊന്നും ഒരു രക്ഷയില്ലായിരുന്നു. എന്നിട്ട് വീട്ടുകാർക്ക് പോലും അറപ്പായി തുടങ്ങി തലയിലെ. ഇതിങ്ങനെ കുട്ടികൾ കാണുമ്പോഴും ഫ്രണ്ട്സ് കാണുമ്പോഴും എവിടെയെങ്കിലും പള്ളി ചെന്നാലും എല്ലാം ഇത് തന്നെയല്ലേ, വിഷമത്തിൻ്റെ വിഷമം, സങ്കടത്തിൻ്റെ മേൽ സങ്കടം. എന്നിട്ട് 5 മാസം മുന്നേ വൺ ഡേ കൺവെൻഷന് വേണ്ടി ഇവിടെ വന്നായിരുന്നു. ഇവിടെ അട്ടപ്പാടി ആദ്യ വെള്ളി അഭിഷേകാഗ്നിക്ക് വന്നു. എന്നിട്ട് സാംസൺ അച്ഛൻ പുറത്ത് പ്രാർത്ഥിപ്പിക്കുന്നുണ്ടായിരുന്നു. ഫാദർ സാംസൺ അച്ഛൻ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഫാദർ സാംസൺ അച്ഛൻ്റെ അടുത്ത് പോയി ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു, എൻ്റെ ആഗ്രഹങ്ങൾ പറഞ്ഞു. അപ്പോൾ സാംസൺ അച്ഛൻ പറഞ്ഞു, ഇതെന്തായാലും സാധിക്കും, നീ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോണമെന്ന് പറഞ്ഞു. 1 മാസം കഴിഞ്ഞതോടെ എന്നെ വീട്ടിൽ വന്ന് മുടി വെട്ടിയതും സംഭവം പിന്നെ കാണുന്നില്ല. അവിടെ ഇല്ല, പിന്നെ അവിടെ ഇല്ല. നോക്ക്, ആദ്യത്തെ സ്ഥിതി കാണിക്ക്. ഇതുപോലെ തലയിലുണ്ടായിരുന്നതാണ് 5 മാസം മുമ്പ്. അപ്പോൾ ഒരു ആദ്യ വെള്ളിയാഴ്ച വന്നു, ഹോളി വാട്ടർ തളിച്ചിട്ട് പറഞ്ഞു, നീ പറഞ്ഞ കാര്യം എന്തായാലും നടക്കും, ക്ലിയർ ആയിരിക്കും എന്ന് പറഞ്ഞു. നീ സാക്ഷി പറയുമെന്ന് ചോദിച്ചു. ആദ്യ വെള്ളിയാഴ്ച സാക്ഷ്യം പറയാം എന്ന് പറഞ്ഞു. ഇതാ നോക്ക്, ഇപ്പോൾ പുതിയ സ്ഥിതി നോക്ക്. ഇതാണ് ഇപ്പോൾ പുതിയ സ്ഥിതി. അച്ഛാ, കൂടെ അമ്മയാണ് ഇവനെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അമ്മ പറയാണ്, അമ്മ പറയാണ്, എൻ്റെ മോനെ ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല, ഭയങ്കര അറപ്പാണ്. അതുപോലെ വികൃതമായി മാറിയ ഒരു സംഭവമാണ് ഈശോ തൊട്ട് സുഖപ്പെടുത്തിയത്. ശരിക്കും തലയുടെ പുറകിലാണെങ്കിൽ നമ്മളിപ്പോൾ ഫോട്ടോയിൽ കണ്ട പോലെയല്ല, ശരിക്കും നല്ല വികൃതമായ അവസ്ഥയായിരുന്നല്ലേ. ശരിക്കും അമ്മ ഇവിടെ ഉണ്ട്, അറപ്പാണെന്ന് പറഞ്ഞതിനോട് അമ്മ അത്രമാത്രം ഇത് ബുദ്ധിമുട്ടാണ്. ഭക്ഷണമൊക്കെ അല്ലേ, സ്ഥിതി കർത്താവ് അത്ഭുതകരമായി അങ്ങോട്ട് ഹീലി. ഒറ്റ മാസം കൊണ്ട് നോക്കി. ആദ്യ വെള്ളിയാഴ്ച കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താനും സാക്ഷ്യപ്പെടുത്താനും നമ്മളിവിടെ വരുന്നതും ഇവിടെ നിൽക്കുന്നതെല്ലാം കർത്താവ് കാണുന്നുണ്ട്. കർത്താവിനെ തേടുന്ന വിവേകികളുണ്ടോ, ജ്ഞാനികളുണ്ടോ എന്ന് കർത്താവ് ആരായുന്നു. ഉച്ചത്തിൽ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ചാടി എഴുന്നേറ്റ് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് കുറച്ച് നേരം ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഈ സമയം ഇതുപോലെ നമ്മുടെ ഭവനങ്ങളിൽ പ്രകടമായ ഡെലിവറൻസ്, പ്രകടമായ സൗഖ്യങ്ങൾ,
പ്രകടമായ അനോയിൻറ്റിങ്, ദൈവാത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനങ്ങൾ സംഭവിക്കട്ടെ. കുട്ടികളെ, യുവതിവാക്കവരെല്ലാം ഒരുമിച്ച് കൊട്ടുക. വലിയ അനുഗ്രഹ കർത്താവെന്ന് ചൊരിയും നമ്മുടെ കുടുംബത്തിൽ. കൈകൾ ഉയർത്താം. ദൈവമേ, ബലഹീനരെ സഹായിക്കുന്നവനെ, ദുർബലതയിൽ മനുഷ്യന് സങ്കേതമായവനെ, ഞങ്ങളുടെ ആശ്രയമായവനെ, ഞങ്ങളങ്ങ് ആരാധിക്കുന്ന കർത്താവേ. എല്ലാ രോഗങ്ങളും സമർപ്പിക്കുന്നു, എല്ലാ ക്ഷീണങ്ങളും സമർപ്പിക്കുന്നു, കണ്ണുനീര് സമർപ്പിക്കുന്നു, മനപ്രയാസങ്ങൾ, സങ്കടങ്ങൾ, തഴക്കദോഷങ്ങൾ, രോഗഭാരങ്ങൾ സമർപ്പിക്കുന്ന കർത്താവേ. ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ആത്മാവിൽ പീഡനം, ആത്മാവിൽ പീഡനം, ആത്മാവിൽ പീഡനം. ഏകരക്ഷക ലോകരക്ഷക നീ എന്നും അഭയം. ഏകരക്ഷക ലോകരക്ഷക നീ എന്നും അഭയം. നന്നായി കൈയടിച്ച് ആഹ്ലാദത്തോടെ ദൂരത്തേക്ക് അടുത്തു വരിക. Come closer. കർത്താവിനെ ആരാധിക്കുക. നന്നായി കൈയടിച്ച് glory, glory. ഏലിയാവ് ഗുഹയ്ക്കുള്ളിൽ ജോലിച്ചതുപോൽ ജോലിക്കട്ടെ ജോലിക്കട്ടെ എന്റെയുമുള്ളം. ഏലിയാവ് ഗുഹയ്ക്കുള്ളിൽ ജോലിച്ചതുപോൽ ജോലിക്കട്ടെ ജോലിക്കട്ടെ എന്റെയുമുള്ളം. ദാനിയേലോ തീഷ്ണതയം എരിഞ്ഞതുപോൽ എരിയട്ടെ എരിയട്ടെ എന്റെയുമുള്ളം. ദാനിയേലോ തീഷ്ണതയ എരിഞ്ഞതുപോൽ എരിയട്ടെ എരിയട്ടെ എന്റെയുമുള്ളം. ആത്മാവിൽ പീഡനം, ആത്മാവിൽ പീഡനം, ആത്മാവിൽ പീഡനം, ആത്മാവിൽ പീഡനം, ആത്മാവിൽ പീഡനം, ആത്മാവിൽ പീഡനം. ഏകരക്ഷക ലോകരക്ഷക നീ എന്നും അഭയം. ഏകരക്ഷക ലോകരക്ഷക നീ എന്നും അഭയം. ഇനി നീ എന്നും അഭയം, ഇനി നീ എന്നും അഭയം. യേശുവേ കുഞ്ഞുങ്ങളുടെ സങ്കടങ്ങളെല്ലാം സമർപ്പിക്കുന്ന കർത്താവേ. എല്ലാ കുടുംബങ്ങളുടെ കണ്ണുനീര് ഏറ്റെടുക്കണമേ. മാതാപിതാക്കന്മാരുടെ കണ്ണുനീർ ഏറ്റെടുക്കണമേ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും സീറ്റുകളിലേക്ക് ഇരിക്കുക. ഇന്ന് അച്ഛന് വളരെ സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരെയും കാണാൻ. അട്ടപ്പാടി PDM മോണസ്ട്രിയിൽ നിന്നാണ് ഇന്നത്തെ ഈ റെക്കോർഡിംഗ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇവിടെയാണ് സാംസനച്ചനൊക്കെ താമസിക്കുന്നത്. സാംസനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഫാദർ സാംസൺ, നിങ്ങൾക്ക് സാംസനെ കാണാൻ ഒത്തിരി ആഗ്രഹമുണ്ട്. അച്ഛൻ ഫാദർ സാംസൺ അച്ഛൻ ഒത്തിരി കാലങ്ങളായി നമ്മളെ സോജി അച്ഛനും ഞങ്ങളൊക്കെ ഒന്നിച്ച് ശുശ്രൂഷ ചെയ്യുകയാണ്. സാംസൺ അച്ഛൻ, ഈ അച്ഛൻ ഇങ്ങനെ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ബലഹീനരുടെ കണ്ണുനീരൊപ്പം ഈശോയുടെ ഒരു പ്രവർത്തനമാണ് അട്ടപ്പാടിയിൽ അച്ഛൻ കാണുന്നത്. പാവങ്ങളും നിരാലംബരും വിഷമിച്ച് ഒരു സങ്കേതം അന്വേഷിച്ച് വരുമ്പോൾ ഈശോ രണ്ട് കൈ നീട്ടി, ബലഹീനരെ വാ, ആകുലരെ വാ, ദുഃഖിതരെ വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ ആ ഒരു ഈശോയാണ് സാംസനച്ചൻ്റെ കൂടെ പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ടിരിക്കുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട്, തോമസ് ചേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടൻ ഈ സാംസനച്ചൻ്റെ അടുത്ത് ഒരു ദിവസം പ്രാർത്ഥിക്കാൻ വന്നു. സാംസനച്ചൻ നോക്കി, കർത്താവേ എന്ന് വിളിച്ച ഒറ്റ ബ്ലെസ്സിങ് ആണ്. ആ ജീവിതത്തിൽ ആയുസ്സിൽ ആർക്കും എടുത്തു മാറ്റാൻ പറ്റാത്ത വലിയൊരു ബലഹീനത ഇന്ന് സാംസനച്ചൻ നമ്മളോട് പ്രസംഗിക്കാൻ പോവുകയാണ്. ബലഹീനതകളിൽ കർത്താവ് കണ്ണുനീരൊപ്പി അടുത്ത് വന്ന് വാരി പുണരുന്നത് എങ്ങനെയാണ്, കർത്താവിന് ബലഹീനതയുള്ള മനസ്സെന്താണ് എന്ന് സാംസനച്ചൻ്റെ കർത്താവ് ആഗ്രഹിക്കണം. ഞാൻ ഓർക്കുന്നുണ്ട്, ആ തോമസ് ചേട്ടൻ രണ്ടു വാക്ക് പറയട്ടെ, അതിന് ശേഷം നമുക്ക് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. എൻ്റെ പേര് തോമസ്. ഞാൻ താമരശ്ശേരി രൂപത കല്ലാനോട് നിന്ന് വരുന്നു. താമരശ്ശേരി കല്ലാനോട് നിന്നാണ് അല്ലേ? അതെ. തോമസ് ചേട്ടൻ പറഞ്ഞോ. ഞാൻ 50 വർഷത്തോളമായി സ്ഥിരം മദ്യപിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. 50 വർഷം മദ്യപാനം. അതിനിടയ്ക്ക് ഒരുപാട് ധ്യാനങ്ങളൊക്കെ കൂടിയെങ്കിലും നിർത്താൻ പറ്റുന്നില്ല.
അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ മകൾ പറഞ്ഞു, ഈ കുറ്റ്യാടിയിൽ നിന്ന് എല്ലാ വെള്ളിയാഴ്ചയും അട്ടപ്പാടിക്ക് ബസ് പോകുന്നുണ്ട്, അതിന് പേര് ബുക്ക് ചെയ്തേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പേര് ബുക്ക് ചെയ്തു. 2022 മെയ് മാസത്തിൽ ഞാൻ ഇവിടെ വന്നു. 2022 മെയ് മാസത്തിൽ വെള്ളിയാഴ്ച ആദ്യ വെള്ളിയാഴ്ച ഇവിടെ വന്നു. കുറ്റ്യാടിയിൽ നിന്ന് ഒരാൾ ബസ്സിൽ ആളെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നോക്കി എലികട്ടർമാർ ബസ്സിൽ ആളെ കൊണ്ടുവരുമ്പം ഓരോ കുടുംബങ്ങളെ കർത്താവ് അതിൽ രക്ഷിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ബസ്സിൽ ആളെ കൊണ്ടുവരുന്ന ഒരാളുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് ബുക്ക് ചെയ്തു. അങ്ങനെ മെയ് മാസത്തിൽ ഇവിടെ വന്നു 2022. മെയ് മാസത്തിൽ ഇവിടെ വന്നു. ഇവിടെ വന്ന ശുശ്രൂഷകളും പ്രാർത്ഥനയൊക്കെ പങ്കെടുത്ത് പോയി. വെള്ളിയാഴ്ച ഒരു ശുശ്രൂഷ അല്ലേ? അങ്ങനെ അവിടെ ചെന്ന് നാട്ടിൽ ചെന്ന് വീണ്ടും മദ്യപിക്കാനുള്ള അവസരം വന്ന് മദ്യപിച്ചു. കഴിഞ്ഞ അടുത്ത മാസവും ജൂൺ മാസം വീണ്ടും ഇവിടെ വന്നു. ഇവിടെ വന്നപ്പം മറ്റേ സാമസിനെ കാണുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അപ്പം അച്ഛൻ പറഞ്ഞു, ഇനി മദ്യപിക്കരുത്, മദ്യപാനം നിർത്തി, അതിന് മോചനം കിട്ടുവാണെങ്കിൽ ഇവിടെ നിന്ന് സാക്ഷ്യം പറയണം, പറഞ്ഞ് സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു പോയി. അതിന് ശേഷം ഇന്നേ വരെ മദ്യപിച്ചിട്ടില്ല. ജൂൺ മാസത്തിൽ അവിടെ വന്ന് സാംസണച്ചൻ്റെ അടുത്തൊരു ബ്ലെസ്സിങ് സ്വീകരിച്ചു. പിന്നെ ഇതുവരെ അല്ലേ? അത് ഇപ്പം 15 മാസം തുടർച്ചയായിട്ട് ഇവിടെ വരുന്നുണ്ട്. എല്ലാ ആദ്യ വെള്ളിയാഴ്ചയും തുടർച്ചയായിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഒരു വർഷമായി മദ്യപാനം ഇല്ലാതെ നിൽക്കുന്നു. ചേട്ടനച്ച പറഞ്ഞതേ 500 രൂപയ്ക്ക് ഒരു ദിവസം കുടിക്കും 1/2 ലിറ്റർ. അങ്ങനെ ഈ 50 വർഷം കുടിച്ച കാശ് എന്ന് പറയുന്നത് 1 കോടി രൂപയ്ക്ക് മദ്യം കഴിച്ചു എന്നാ പറഞ്ഞ ചേട്ടൻ. 1 കോടി രൂപയ്ക്ക് മദ്യം കഴിച്ചു. ചേട്ടാ എന്താ സംഭവം? ദിവസം അങ്ങനെ കുടിക്കും? ദിവസം ഇപ്പൊ ഏതാണ്ട് 1 കോടിയുടെ മദ്യം കുടിച്ച് അങ്ങനെ കഴിച്ചു പോയിരുന്നു. നല്ല പണിയായിട്ടുണ്ട്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് അത്ഭുതകരമായ. പിന്നെ ഇതുവരെ ഇപ്പൊ കുടിക്കാൻ തോന്നുന്നില്ല. കർത്താവ് ആദ്യത്തെ സാംസച്ചൻ പ്രാർത്ഥിച്ചതിന് ശേഷം അവിടെ ചെന്നിട്ട് ഒരു പെഗ് എടുത്ത് കഴിച്ചു. അതോടുകൂടി ഓർമ്മ പോയി. പിന്നെ ഛർദി തുടങ്ങി. അങ്ങനെ 2-3 പ്രാവശ്യം ഉണ്ടായപ്പോൾ ഉള്ള മദ്യമൊക്കെ എടുത്തു കളഞ്ഞ് അതിനുശേഷം മദ്യം തൊടാനോ നോക്കാനോ പോലും അവസ്ഥ. എന്തായത്? കഴിച്ചപ്പം സാധാരണ കഴിക്കുന്നതിൻ്റെ പകുതി കഴിച്ചപ്പോഴത്തേനും ഛർദി തുടങ്ങി. പിന്നെ നിർത്താതെ ഛർദിക്കാൻ തുടങ്ങി. പിന്നെ അപ്പം എനിക്ക് തോന്നി ഇത് അച്ഛൻ പറഞ്ഞ പോലെ ആണല്ലോ എന്നൊക്കെ തോന്നി. പിന്നെ കഴിച്ചില്ല. പിന്നെ ഇത് അപകടമാണെന്ന് മനസ്സിലായി. പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ടില്ല. കർത്താവ് കണ്ടോ വിടുതൽ കൊടുക്കണം കേട്ടോ, വിടുതൽ കൊടുത്ത് കർത്താവ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുകേ. 2 വീശിയടിച്ച് പവർ പവർ. മാറായ മാധുര്യമാക്കിടുമേ, ശത്രുവിന്മേൽ ജയം നൽകിടുമേ. മാറായ മാധുര്യമാക്കിടുമേ, ശത്രുവിന്മേൽ ജയം നൽകിടുമേ. സമൃദ്ധമായ അനുഗ്രഹം നൽകും നിശ്ചയം, മാറാത്ത വാഗ്ദത്തം നൽകും നിശ്ചയം, മാറാത്ത വാഗ്ദത്തം നൽകും നിശ്ചയം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് ഇന്ന് ബലഹീനരെയും തളർന്നിരിക്കുന്നവരെയും ഒത്തിരിയേറെ തകർച്ചയിലൂടെ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്, എത്ര പരിശ്രമിച്ചിട്ടും. അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവരെ അനുഗ്രഹിക്കും. സംഗീത പുസ്തകത്തിൽ 119 അധ്യായത്തിൽ 26 തിരുവചനം പറയുന്നത് എങ്ങനെയാണ്? എൻ്റെ അവസ്ഥ ഞാൻ വിവരിച്ചപ്പോൾ അങ്ങ് എനിക്ക് ഉത്തരമരുളി. എൻ്റെ അവസ്ഥ ഞാൻ വിവരിച്ചപ്പോൾ കർത്താവ് ഉത്തരമരുളും. നമ്മുടെ ഓരോരുത്തർക്കും ഓരോ അവസ്ഥകളുണ്ട്, ചില ബലഹീനതകളുണ്ട്, ചില കുറവുകളുണ്ട്. കുറവുകളും ബലഹീനതയും ഉള്ളവരാണ് നാം എല്ലാവരും. ചിലപ്പോൾ ചിലർ കഠിനമായി കോപിക്കും, ചിലർക്ക് കഠിനമായ ആസക്തി, അത് മദ്യത്തോടാകാം, അല്ലെങ്കിൽ മറ്റ് ശരീരത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുന്ന ആസക്തികൾ. ഇങ്ങനെ നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മളെ കീഴ്പ്പെടുത്തുന്ന ചില ബലഹീനതകൾ. മനുഷ്യർക്ക് ആഗ്രഹമില്ല ഈ ഒരു ബലഹീനത തുടരണമെന്ന്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. നമ്മൾ പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തിൻ്റെ വിമോചകനായി ദൈവം തിരഞ്ഞെടുത്ത മോശയെ കാണുന്നുണ്ട്. മോശയെക്കുറിച്ച് ഉള്ള ഒരു വചനം എങ്ങനെയാണ്? സംഖ്യയുടെ പുസ്തകം 12 അധ്യായത്തിൽ 3 തിരുവചനം.
സംഗീത പുസ്തകം 12-ാം അധ്യായം 3-ാമത്തെ തിരുവചനം. കർത്താവ് അത് കേട്ടു. മോശ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരും വെച്ച് സൗമ്യനായിരുന്നു. ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരും വെച്ച് സൗമ്യനായിരുന്നു എന്ന് ഒരു വചനം. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സ്വഭാവമായിരുന്നു മോശയുടെ. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മൾ വചനം പുറകോട്ട് വായിച്ചു നോക്കുമ്പോൾ കാണാൻ പറ്റും മോശയ്ക്ക് മറ്റൊരു മുഖമുണ്ടായിരുന്നു. മോശ കഠിനമായി കോപിക്കും. പെട്ടെന്ന് തന്നെ കോപിച്ച് അദ്ദേഹം നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു പ്രത്യേക സ്വഭാവ വൈകൃതം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ വചനം എങ്ങനെയാണ് കാണുന്നത്? പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ 11ഉം 12ഉം തിരുവചനങ്ങളാണത്. പ്രായപൂർത്തിയായതിനു ശേഷം മോശ ഒരിക്കൽ തൻ്റെ സഹോദരനെ സന്ദർശിക്കാൻ പോയി. അവൻ അവരുടെ കഠിനാധ്വാനം നേരിൽ കണ്ടു. തത്സമയം സ്വജനത്തിൽപ്പെട്ട ഒരു ഹെബ്രായനെ ഒരു ഈജിപ്തുകാരൻ പ്രഹരിക്കുന്നത് കണ്ടു. അവൻ ചുറ്റും നോക്കി. ആരുമില്ലെന്ന് കണ്ടപ്പോൾ ആ ഈജിപ്തുകാരനെ കൊന്ന് മണലിൽ മറവ് ചെയ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരുമില്ലാത്ത സമയത്ത് അത്രയേറെ പെട്ടെന്ന് തൻ്റെ സ്വന്തം ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ തൻ്റെ കൂടപ്പിറപ്പിനെ പോലെയുള്ള ഒരാളെ ഉപദ്രവിക്കുന്ന കണ്ടപ്പോൾ പെട്ടെന്ന് മോശയ്ക്ക് അവൻ്റെ വികാരത്തെ നിയന്ത്രിക്കാൻ പറ്റാതെ വന്നു. അവൻ ചാടി എഴുന്നേറ്റ് ആ മനുഷ്യനെ കൊല്ലുകയാണ്. അവൻ്റെ രക്തം ചിന്തി കൊല്ലാൻ തക്ക വിധത്തിലുള്ള കോപം അവനെ ചൂഴ്ന്നു നിന്ന് അത് അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ഇന്ന് പലപ്പോഴും പലരും പറയാറുണ്ട്, അച്ഛാ എനിക്ക് മദ്യപാനം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, കോപത്തെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, ജഡത്തിൻ്റെ ആസക്തി, എൻ്റെ കണ്ണുകൾ, എൻ്റെ ചിന്തകൾ, എൻ്റെ പ്രവൃത്തികൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് കുമ്പസാരത്തിൽ ഞാൻ പാപങ്ങൾ ഏറ്റുപറയുന്നു. അത് പിന്നെയും തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ ചെയ്തു പോവുകയാണ് കർത്താവെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുകൊണ്ടാണ് കർത്താവ് ആദ്യം തന്നെ പറഞ്ഞത്, എൻ്റെ ഹൃദയത്തിൻ്റെ എൻ്റെ അവസ്ഥ ഞാൻ വിവരിച്ചപ്പോൾ അവിടുന്ന് എനിക്ക് ഉത്തരമരുളിയെന്ന്. പലരും ഈ ഒരു പ്രവർത്തികൾ കൊണ്ട് പള്ളിയിലേക്ക് പോകാനോ പ്രാർത്ഥിക്കാൻ പറ്റും. കാരണം പറയും ഇങ്ങനെയാണ്, പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം, കുമ്പസാരിച്ചിട്ട് എന്താ കാര്യം, തിരിച്ചു വരുമ്പോൾ ഞാൻ അറിയാതെ വീണു പോവുകയാണ്. അങ്ങനെ വലിയ ഭാരത്തോടെ ഇരിക്കുന്ന അനേകർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ എനിക്ക് ഒരു കൊച്ചുകുട്ടി എന്നോട് പറഞ്ഞത് എങ്ങനെയാണ്, അവൻ എവിടെ പൈസ കണ്ടാലും അതെടുക്കും. അവൻ്റെ ഉള്ളിലറിയാം പൈസ അത് മറ്റുള്ളവരെയാണ്, എടുക്കാൻ പാടില്ല, പക്ഷേ എടുത്തുകൊണ്ട് പോയി അത് പിന്നെ തിരിച്ചു വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവൻ പിന്നെ എന്തെങ്കിലും ഐസ്ക്രീമോ അതൊക്കെ മേടിച്ച് കഴിച്ച് അത് തീർക്കും. ഇതുവരെയായിട്ട് അവനെ പിടിച്ചിട്ടില്ല, ഒരാളും പിടിച്ചിട്ടില്ല. പക്ഷേ അവൻ്റെ ഉള്ളിൽ ബോധ്യമുണ്ട് ഇതെടുക്കരുത്. അവൻ പല അച്ഛന്മാരുടെ അടുത്ത് ഉപദേശം ശേഖരിക്കും, പക്ഷേ അവൻ്റെ കൈ പൈസ കണ്ടാൽ അപ്പോൾ അതിലേക്ക് ബലഹീനത. ഞാൻ ആ കുഞ്ഞിനോട് പറഞ്ഞു, നീ മുട്ടുകുത്തി കർത്താവിൻ്റെ സന്നിധിയിൽ എൻ്റെ ബലഹീനതയെ ഏറ്റുപറയുക. അവൻ 6 മാസം ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് ആ സംഭവം അവൻ വിട്ടുപോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഒരു സാക്ഷ്യമായിട്ട് നമുക്ക് പുറത്ത് പറയാൻ പറ്റില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെയുള്ള പലരുടെ അവസ്ഥകൾ എനിക്കറിയാം. അപ്പോൾ മോശയെ പിന്നെ എങ്ങനെയാണ് കർത്താവ് സൗമ്യനാക്കി മാറ്റിയത്? കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് അവൻ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ മോശ എളിമപ്പെട്ട് വളരെയേറെ അവൻ്റെ സ്വഭാവങ്ങളെല്ലാം മാറി. നോക്ക്, ഒരു ജനത്തിൻ്റെ തന്നെ നേതാവായി അവനെ ഉയർത്തുകയാണ് കർത്താവ്. ഇതുപോലെ തന്നെ നമുക്ക് പറയാം, കർത്താവ് എനിക്ക് കോപ സ്വഭാവമുണ്ട്, എനിക്ക് മദ്യപാനശീലമുണ്ട്, എനിക്ക് കുടുംബത്തിൽ ഭാര്യയെ സ്നേഹിക്കാൻ പറ്റില്ല, പെട്ടെന്ന് എൻ്റെ സ്വഭാവം കൊണ്ട് കുടുംബത്തിൽ പല അസ്വസ്ഥത ഉണ്ടാകുന്നു, ഇതെൻ്റെ ബലഹീനതയാണ് കർത്താവേ എന്ന് ഏറ്റു പറയണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൗലോസ്ലീഹ ഇതുപോലെ പറയുന്നുണ്ട്, എനിക്കൊരു മുള്ളുണ്ട് കർത്താവേ, ആ മുള്ള് പലപ്പോഴും എന്നെ കീഴ്പ്പെടുത്തുകയാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞെന്താ, ആ മുള്ള അവിടെ ഇരിക്കട്ടെ, നിനക്ക് എൻ്റെ കൃപ മതി. 2 കൊറിന്തോസ് അതിൽ 12-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള തിരുലേഖനങ്ങളാണ്. വെളിപാടുകളുടെ ആധിക്യത്തിൽ ഞാൻ അത്യധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിൽ ഒരു മുള്ള് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതായത് എന്നെ ശല്യപ്പെടുത്തുന്നതിനും മതിമറന്ന് ആഹ്ലാദിക്കാതെ എന്നെ നിയന്ത്രിക്കുന്നതിനും വേണ്ടിയുള്ള പിശാചിൻ്റെ ദൂതൻ. അത് എന്നെ വിട്ടകലാൻ വേണ്ടി 3 പ്രാവശ്യം ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു. എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്ക് എൻ്റെ കൃപ മതി. എന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും. അതുകൊണ്ട് ബലഹീനതകളും
ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അധ്യായങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. എന്നാൽ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. കണ്ടോ, ബലഹീനത ഓരോരുത്തരും പറയുക, പൗലോസ്ലീഹ പോലെ ഈ ബലഹീനതയിൽ നമ്മൾ ശക്തി പ്രാപിക്കണം. പലരും പറയും, നിങ്ങളുടെ കുറവുകളേറ്റ് പറയും. അപ്പോൾ രാത്രിയുടെ ഗ്രാമങ്ങളിൽ കർത്താവിൻ സന്നിധിയിൽ നമ്മുടെ സങ്കടങ്ങളും ബലഹീനതയും ഏറ്റുപറയണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഭയിലെ വലിയൊരു വിശുദ്ധനാണ് വിശുദ്ധ ഫ്രാൻസിസ് സാലസ്. ഫ്രാൻസിസ് സാലസ് കഠിനമായ കോപത്തിൻ്റെ ഒരു കോപം അദ്ദേഹത്തിന് ഒരിക്കലും നിയന്ത്രിക്കാൻ പറ്റത്തില്ല. എന്നാൽ അനേകരെ വിശുദ്ധിയിലേക്ക് നയിക്കുന്ന, അനേകരെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന ഒരു തീഷ്ണതയുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് വിശുദ്ധനാക്കി ഉയർത്തിയത്. ഒരു ബലഹീനതയുണ്ട്, കഠിനമായി കോപിക്കുന്നൊരു ബലഹീനത. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ഇന്ന് ഞാൻ നിങ്ങളൊരു വിശുദ്ധനെ പരിചയപ്പെടുത്തുകയാണ്. ആ വിശുദ്ധൻ്റെ പേരാണ് വിശുദ്ധ മാർക്ക് ജി തിയാൻസെ. 1834 ചൈനയിലെ ഹോങ്ഷുവിലെ ജിഷോ എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. പ്രാർത്ഥന, ചെറുപ്പത്തിൽ തന്നെ പ്രാർത്ഥന, ദൈവഭക്തി, വിശുദ്ധ വചനത്തിനോടുള്ള താല്പര്യം, അങ്ങനെ ആ ദേശത്ത് വളരെ ഭക്തനായി ജീവിച്ച മാർക്ക്, അദ്ദേഹം നല്ല പഠിത്തത്തിൽ നല്ലപോലെ പഠിക്കും. അങ്ങനെ പഠിച്ച് ഒരു ഡോക്ടറായി കഴിഞ്ഞപ്പോൾ തൻ്റെ ചികിത്സകളെല്ലാം എന്തെല്ലാം ചെയ്യുന്നോ അതെല്ലാം പാവങ്ങൾക്കും ബലഹീനത ഉള്ളവർക്കും എല്ലാം ചെയ്തു കൊടുക്കും. ഒരു പ്രതിഫലമില്ലാതെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നു. ആ കാലഘട്ടത്തിലാണ് 1900 ജൂലൈ 7 ചൈനയിൽ ബ്ലോക്സർ എന്ന് പറയുന്ന ഒരു വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു. ഈ വിപ്ലവകാരികളുടെ ഒരേ ഒരു ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളെ പിടിച്ചു കെട്ടി അവരെ കൊന്ന് നശിപ്പിക്കുക എന്നാണ്. ഈ സമയം തീഷ്ണതയുള്ള മാർക്ക് തൻ്റെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, അതുപോലെ അതിനോടനുബന്ധ ആൾക്കാരോടെല്ലാം കൂടെ പറഞ്ഞു, നിങ്ങൾ എന്ത് തന്നെ സഹനം വന്നാലും കൊലക്കയറോ അല്ലെങ്കിൽ കത്തിയോ തോക്കോ നിങ്ങളുടെ മുമ്പിൽ കണ്ടാലും യേശുക്രിസ്തുവിന് സാക്ഷിയായി മാറണം. അങ്ങനെ 119 പേര്, മാർക്ക് ഉൾപ്പെടെ 119 പേരെ ആ കലാപകാരികൾ കൊന്നൊടുക്കി. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, രക്തസാക്ഷിയായി മാറിയവരെല്ലാം. ഈ രക്തസാക്ഷിയായി മാർക്കിൻ്റെ ജീവിതത്തിൽ, ഇത്രയും തീഷ്ണതയും ഭക്തിയുള്ള മാർക്കിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ വേദന ഉണ്ടായിരുന്നു. മാർക്കിൻ്റെ ജീവിതത്തിൻ്റെ വേദന എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ കഠിനമായി വയറുവേദന ഉണ്ടാകും. അപ്പോൾ വല്യമ്മ പറഞ്ഞതനുസരിച്ച് ആ നാട്ടിൽ കറുപ്പ് എന്ന് പറയുന്ന ഒരു ലഹരി വസ്തു ഉണ്ടായിരുന്നു. അത് ഉപയോഗിക്കാൻ പറഞ്ഞ് അങ്ങനെ ഉപയോഗിക്കാൻ തുടങ്ങി. മാർക്ക് അതിനടിമയായി. അങ്ങനെ അടിമയായിട്ട് പിന്നീട് അദ്ദേഹം ഇങ്ങനെ ഡോക്ടറായി, ഇങ്ങനെ നല്ലൊരു ശുശ്രൂഷകനായി, ദൈവഭക്തിയുണ്ട്, പ്രാർത്ഥനയുണ്ട്. പക്ഷേ കറുപ്പ് എന്ന് പറയുന്ന ആ ഒരു ലഹരിയെ ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. കരഞ്ഞ് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ച് പോയി കുമ്പസാരിച്ച് തിരിച്ചു വരുന്ന തിരിച്ചു വന്ന് കയറുമ്പോൾ തന്നെ ഒരു പ്രത്യേക ശക്തി അദ്ദേഹത്തിലേക്ക് ഒരു പിശാച് പീഡിപ്പിച്ച് അദ്ദേഹത്തിനെ കറുപ്പ് ഉപയോഗിക്കും. അങ്ങനെ വീണ്ടും കുമ്പസാരനെ ഓടി വീണ്ടും തിരിച്ചു ചെല്ലും. അങ്ങനെ ഫ്രഞ്ച് വൈദികനാണ് കുമ്പസാരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഈ ഫ്രഞ്ച് വൈദികൻ മാർക്കിനോട് പറഞ്ഞു, ഇനി നീ വിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്നു, പള്ളി വന്ന് ആ പള്ളിയെല്ലാം ഒരുക്കി വെക്കുക, പക്ഷേ കുർബാന മാത്രം നീ സ്വീകരിക്കേണ്ട. അത് കർത്താവെ, എൻ്റെ ബലഹീനത തീരുന്നതോടെ വരെ ഞാൻ കുർബാന സ്വീകരിക്കാൻ. കുർബാനയിൽ അകലെ നിന്നുകൊണ്ട് നീ കർത്താവിൻ്റെ സ്നേഹം ആസ്വദിക്കുക. അങ്ങനെ മാർക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കുചേരും, വരും, കുർബാന സ്വീകരിക്കില്ല, കുമ്പസാരിക്കും, വീണ്ടും പാപം ചെയ്യും. എന്നിട്ട് കുർബാന സ്വീകരിക്കാതെ 30 വർഷമാണ് അദ്ദേഹം ഈ ഒരു പീഡനം. എന്നിട്ട് 30 വർഷം ഇതേപോലെ ദേവാലയ ശുശ്രൂഷ ചെയ്ത് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, പോയി ഹോസ്പിറ്റലിൽ പോയി ശുശ്രൂഷ ചെയ്യും. ഇങ്ങനെ 30 വർഷം അദ്ദേഹം പ്രാർത്ഥിച്ച് 30 വർഷം കഴിയുമ്പോഴാണ് മാർക്കിന് തൻ്റെ ഈ ഒരു ആ ദുശീലത്തിൽ നിന്ന്, ആ ബലഹീനതയിൽ നിന്ന് കർത്താവ് വിടുതൽ കൊടുത്ത് അധിക ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം രക്തസാക്ഷിയായി മാറും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പീയൂസ് മാർപ്പാപ്പ, 10ാം പീയൂസ് മാർപ്പാപ്പ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടനായി പ്രഖ്യാപിച്ചു. അതിനുശേഷം ജോൺ പോൾ 2ാം മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കണ്ടോ, ബലഹീനതയിൽ കർത്താവിന് സന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ഒരു സൈഡിൽ ദൈവഭക്തിയുണ്ട്, പ്രാർത്ഥനയുണ്ട്, എന്നാൽ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. നീണ്ട വർഷങ്ങൾ പ്രാർത്ഥിച്ചു,
ദൈവാനുഗ്രഹമാക്കി മാറ്റി. എന്തിനാണ് പറയുന്നത്? വിശുദ്ധ മോനിക്ക പുണ്യവതി തൻ്റെ മകൻ്റെ വ്യഭിചാര ആസക്തിയിൽ നിന്നും മദ്യപാന ആസക്തിയിൽ നിന്നും വിട്ടുമാറാൻ നീണ്ട വർഷങ്ങൾ കണ്ണുനീര് കോപ്പയിലാക്കി സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ പരിണിത ഫലമായി ഒരു വിശുദ്ധനെ സഭയ്ക്ക് കർത്താവ് പ്രദാനം ചെയ്തു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് കുറവുകളുണ്ട്, ബലഹീനതയുണ്ട്, എങ്കിലും കർത്താവിൻ്റെ സന്നിധിയിൽ പൗലോസ്ലീഹായെ പോലെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവ കാത്തിരിപ്പു. ആത്മനാഥനേശുവേ ആരാധന. കരങ്ങളെ ഉയർത്തി, കരങ്ങൾ വീശി ആരാധന. യേശുവേ ആരാധന. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന യേശുവേ, ആരാധന യേശുവേ ആരാധന. കരങ്ങൾ ഉയർത്തി യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. യേശുവേ ആരാധന. ഈശോയിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കേട്ട വചനങ്ങൾ നമുക്ക് ധ്യാനിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ബലഹീനതകൾ. ഇന്ന് നിങ്ങൾ ഈ ആരാധനയിൽ പങ്കുചേരുമ്പോൾ മദ്യപാനികളും കോപിക്കുന്നവർ, അതുപോലെ പലതരത്തിലുള്ള ദുർസ്വഭാവങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്നവർ, എത്ര പരിശ്രമിച്ചിട്ടും മാറ്റാൻ പറ്റാത്ത തഴക്ക ദോഷങ്ങൾ, കർത്താവിന് നിമിഷ നേരം കൊണ്ട് അതെല്ലാം മാറ്റും. ചിലപ്പോൾ നമുക്കൊരു സഹനമായി നൽകിയിട്ടുണ്ട് പൗലോസ്ലീഹ കൊടുത്തതുപോലെ. എന്നാൽ കർത്താവെ, അവിടുത്തെ ഒരു കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കാം. എന്നെയും എൻ്റെ ജീവിതത്തെയും തകർക്കുന്ന എല്ലാ സ്വഭാവ വൈകൃതങ്ങളെയും എടുത്ത് മാറ്റണമേ. അതുപോലെ കർത്താവെ, എൻ്റെ ദുശീലങ്ങൾ, പുകവലി, കഞ്ചാവ്, അങ്ങനെ കൊച്ചു കുട്ടികൾ വരെയും യുവതി യുവാക്കന്മാർ വരെയും ഇന്ന് അതിനടിമയാണ്. കർത്താവ്, ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വലിയ കരുണ ഇത്തരത്തിലുള്ള ബന്ധനത്തിലിരിക്കുന്നവർക്ക് വലിയ വിടുതലാകുവാൻ, അതുപോലെ മറ്റ് പലതരത്തിലുള്ള നിയോഗങ്ങളും പ്രാർത്ഥനകളും എല്ലാം സമർപ്പിക്കാം. ഈശോ ഞങ്ങൾ അനുഗ്രഹിക്കും. രണ്ട് കരങ്ങളെ ഉയർത്തി കർത്താവിൻ്റെ കരുണ നമ്മളേക്ക് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ കരുണ ഇപ്പോൾ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കണം. എല്ലാത്തരത്തിലും ബലഹീനതയിലും കർത്താവിൻ്റെ കരുണ നിറയണം. അവിടുത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ കർത്താവ് ഉത്തരം വരുമല്ലോ. രണ്ട് കരങ്ങൾ ഉയർത്തി പിടിക്കാം. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിച്ച് കർത്താവിനെ ആശ്വാസിച്ചിരിക്കുന്ന എല്ലാ ബലഹീനതകളും കുറവുകളും കർത്താവ് ഏറ്റെടുക്കട്ടെ. കർത്താവെ, കരുണ ചൊരിയണമേ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്നു. മാറോട് ചേർക്കണേ മാറോട് ചേർക്കണേ.